കേരളത്തിലെ നിരവധി റെയിൽവേ സ്റ്റേഷനുകൾ രൂപമാറ്റത്തിന്റെ പാതയിലാണ്. കേന്ദ്ര സർക്കാരിന്റെ അമർ സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത് സംസ്ഥാനത്തെ 34 സ്റ്റേഷനുകളാണ്. തിരുവനന്തപുരം സെൻട്രൽ, കൊല്ലം, എറണാകുളം തുടങ്ങിയ സ്റ്റേഷനുകൾ വിമാനത്താവള മാതൃകയിലാണ് രൂപമാറ്റത്തിന് തയ്യാറെടുക്കുന്നത്. കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്റ്റേഷനാണ് കൊച്ചുവേളിയും. പക്ഷേ സ്റ്റേഷൻ മട്ടും ഭാവവും മാറ്റാനൊരുങ്ങുമ്പോഴും യാത്രക്കാർ നേരിടുന്ന പല അടിസ്ഥാന പ്രശ്നങ്ങൾക്കും ഇന്നും പരിഹാരമായിട്ടില്ല. കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം ദീർഘദൂര സർവീസുകൾ ആരംഭിക്കുന്ന സ്റ്റേഷനാണ് കൊച്ചുവേളി. സംസ്ഥാനങ്ങളിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്ന ആയിരക്കണക്കിന് ആളുകൾ ട്രെയിൻ ഇറങ്ങുന്ന സ്റ്റേഷനും ഇത് തന്നെയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്ക് സ്റ്റേഷൻ കേരളത്തിലാണെന്നും തിരുവനന്തപുരത്താണെന്നും മനസ്സിലാക്കാൻ വേണ്ടി തിരുവനന്തപുരം നോർത്ത് എന്ന പേര് മാറ്റാനിരിക്കുകയാണ്. അധികം വൈകാതെ കൊച്ചുവേളി തിരുവനന്തപുരം നോർത്ത് എന്ന് അറിയപ്പെടും. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായ തിരുവനന്തപുരം സെൻട്രലിൽ പ്ലാറ്റ്ഫോമുകളുടെ എണ്ണം കൂട്ടുകയോ വികസിപ്പിക്കുകയോ ചെയ്യുക സ്ഥലപരിമിതി കൊണ്ട് ഇനി സാധ്യമല്ല. അങ്ങനെ നോക്കുമ്പോൾ വൻകിട വികസന പദ്ധതികളുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കൊച്ചുവേളി സ്റ്റേഷനിൽ ഭാവിയിൽ വൻ വികസനം തന്നെ ഉണ്ടാകാനിടയുമുണ്ട്. ഒരുപക്ഷെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനേക്കാൾ വികസിക്കാൻ സാധ്യതയുമുണ്ട്. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവിടെ ട്രെയിൻ ഇറങ്ങിയാൽ കാത്തിരിക്കുന്നത് ബുദ്ധിമുട്ടുകളുടെ ഘോഷയാത്രയാണ്. ബസ് സൗകര്യം ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിലവിലെ സാഹചര്യത്തിൽ പ്രതിദിനം 7000-ലധികം യാത്രക്കാർ ഉപയോഗിക്കുന്ന ഈ സ്റ്റേഷനിലേക്ക് കണക്ടിവിറ്റിക്കായി സർവീസ് നടത്തുന്നത് വെറും 2 ബസ്സുകൾ മാത്രമാണ്. പരിഹാരമാർഗമായ കൊച്ചുവേളി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനുകളെ ബന്ധിപ്പിച്ച സർക്കുലർ ബസ് സർവീസ് എന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കവുമുണ്ട്. ആവശ്യത്തിന് ബസ് സർവീസുകൾ ഇല്ലാത്തത് കാരണം ഇവിടേക്ക് എത്തുന്ന യാത്രക്കാർ അസമയത്ത് പോലും പെരുവഴിയിലാണ്. റെയിൽവേയും KSRTCയും പലതവണ ചർച്ച നടത്തിയിട്ടും കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനെ സിറ്റി സർക്കുലർ സർവീസിന്റെ പോലും ഭാഗമാക്കാൻ KSRTCക്ക് കഴിഞ്ഞിട്ടുമില്ല. കൊച്ചുവേളിയിൽ നിന്നും ട്രെയിനുകൾ പുറപ്പെടുന്ന സമയത്തെത്താൻ നഗരത്തിൽ നിന്ന് ബസ്സുകളില്ല എന്നതും വലിയ പ്രതിസന്ധിയാണ്. പലപ്പോഴും 200 രൂപ മുതൽ മുകളിലേക്കാണ് ഓട്ടോറിക്ഷക്കാർ നഗരത്തിൽ നിന്നും സ്റ്റേഷനിലെത്താൻ ഈടാക്കുന്നതെന്ന ആക്ഷേപവുമുണ്ട്. AC ബസ് ഒഴിവാക്കി ഇലക്ട്രിക് ബസിന്റെ ചെയിൻ സർവീസ് ആരംഭിച്ചാൽ ആയിരക്കണക്കിന് യാത്രക്കാർക്ക് സഹായകമാകും. 2005-ൽ പ്രവർത്തനം ആരംഭിച്ച സ്റ്റേഷന്റെ വളർച്ച മുരടിക്കാനുള്ള പ്രധാന കാരണം ബസ് സൗകര്യമില്ല എന്നത് തന്നെയാണ്. ഇപ്പോൾ 6 പ്ലാറ്റ്ഫോമുകളാണ് സ്റ്റേഷനിലുള്ളത്. അറ്റകുറ്റപ്പണിക്കുള്ള ഒരു പിറ്റ് ലൈനും സ്റ്റേബിളിംഗ് ലൈനും മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി ഇവിടെ നിർമ്മിക്കാനുണ്ട്. അതുകൂടി വന്നു കഴിഞ്ഞാൽ കൂടുതൽ ട്രെയിനുകൾ ലഭിക്കും. എന്നാൽ കൂടുതൽ ട്രെയിനുകൾ ലഭിക്കുന്ന മുറയ്ക്ക് കണക്ടിവിറ്റി സൗകര്യം കൂടി മെച്ചപ്പെടുത്തിയില്ല എങ്കിൽ അധികം വൈകാതെ ഈ റെയിൽവേ സ്റ്റേഷനെ സാധാരണക്കാർ ഉപേക്ഷിക്കും. 28 ട്രെയിനുകൾ സർവീസ് ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്ന സ്റ്റേഷനാണ് കൊച്ചുവേളി. കേരളത്തിൽ നിന്ന് ഉത്തരേന്ത്യയിലേക്കുള്ള ദീർഘദൂര ട്രെയിനുകൾ പ്രധാനമായും ഓപ്പറേറ്റ് ചെയ്യുന്ന ടെർമിനലുമാണ്. എന്നാൽ അത്തരം പരിഗണനകളൊന്നും സംസ്ഥാന സർക്കാരോ KSRTCയോ നൽകുന്നുമില്ല. മൈസൂരു കൊച്ചുവേളി എക്സ്പ്രസ് രാവിലെ എത്തുമ്പോഴാണ് 2 AC ബസ്സുകൾ നഗരത്തിലേക്കുള്ളത്. മറ്റു ട്രെയിനുകൾ എത്തുമ്പോൾ ഓരോ ബസ് എന്നാണ് കണക്ക്. പലപ്പോഴും 200 രൂപ മുതൽ മുകളിലേക്കാണ് ഓട്ടോറിക്ഷക്കാർ നഗരത്തിൽ നിന്നും കൊച്ചുവേളിയിലെത്താൻ ഈടാക്കുന്നത് എന്ന പരാതികൾ പലപ്പോഴായി ഉയരുന്നുമുണ്ട്. ലഗേജും കൈക്കുഞ്ഞുങ്ങളുമായി ദേശീയപാതയിൽ വേൾഡ് മാർക്കറ്റിനടുത്ത് പോയി ബസ്സിൽ കയറുക പ്രായോഗികവുമല്ല. 100 കണക്കിന് യാത്രക്കാരാണ് കൊച്ചുവേളിയിൽ യാത്രാദുരിതം ഇപ്പോൾ അനുഭവിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.